ജനരോഷം കൊണ്ട് ബി.ജെ.പി. രാജ്യത്ത് പ്രചരണ പരിപാടികൾ പോലും റദ്ദാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ബി.ജെ.പിക്ക് മുഴുവൻ ലോക്സഭാ സീറ്റുകളും കയ്യിലുള്ള സംസ്ഥാനമാണ് ഹരിയാന. എന്നാൽ ബി.ജെ.പി. സമ്പൂർണ്ണ പരാജയം കാത്തുനിൽക്കുന്ന സംസ്ഥാനം കൂടിയാണ് ഹരിയാന. പക്ഷേ രാജ്യത്ത് നില മെച്ചപ്പെടുത്തുമെന്ന് അവകാശപ്പെടുന്ന ബി.ജെ.പിക്ക് ഹരിയാനയിൽ ഏൽക്കാൻ പോകുന്ന തിരിച്ചടി ഓർക്കുമ്പോൾ മെച്ചപ്പെടുത്താൻ പോയിട്ട് കേവല ഭൂരിപക്ഷം ലഭിക്കുമോ എന്നതാണ് സംശയം. പല കാര്യങ്ങൾ കൊണ്ട് തിരിച്ചടി പ്രവചിക്കുന്ന ബി.ജെ.പിക്ക് സംസ്ഥാനത്തെ കർഷക പ്രക്ഷോഭത്തിൽ അടിതെറ്റിയിരിക്കുകയാണ് ഹരിയാനയിൽ. കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികൾ ബി.ജെ.പി. റദ്ദാക്കി. മെയ് 18 നടക്കാനിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണ റാലിയിൽ തന്നെ നിലവിൽ അനിശ്ചിതത്വത്തിലാണ്. 25-ാം തീയതിയാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് മോദിയുടെ റാലികളെല്ലാം നടക്കാനിരിക്കുകയാണ്. പക്ഷേ ഒന്നും നടക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം മുൻ മുഖ്യമന്ത്രിയും കർണാൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ മനോഹർലാൽ ഖട്ടർ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ റാലികളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. കർഷക സമരത്തിൽ മരണപ്പെട്ടവരെ ഭ്രാന്തന്മാർ എന്ന് വിളിച്ച സംഭവമാണ് ഖട്ടറിനെതിരെയുള്ള പ്രതിഷേധം കനക്കാൻ കാരണമായത്. ഇത് സംസ്ഥാന വ്യാപകമായി ആഞ്ഞടിച്ചപ്പോൾ ഖട്ടറിന് പുറമെ സിർസയിൽ മത്സരിക്കുന്ന അശോക് തൻവാർ, അതുപോലെ അംബാലയിൽ നിന്നുള്ള ബൻഡോ കഥാരിയ, സോനിപത് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന മോഹൻലാൽ ബതോലി, റോഹ്തക് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന അരവിന്ദ് ശർമ്മ, കുരുക്ഷേത്രയിൽ നിന്നും മത്സരിക്കുന്ന നവീൻ ജിണ്ടാൽ എന്നിങ്ങനെയുള്ള 6 മണ്ഡലങ്ങളിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെയും റാലികളാണ് കർഷകർ പ്രതിഷേധത്തിൽ റദ്ദാക്കിയിരിക്കുന്നത്. ആകെ 10 സീറ്റുകളാണ് ഹരിയാനയിലുള്ളത്. അതിൽ 6 സ്ഥാനാർത്ഥികളുടെയും റാലികൾ റദ്ദാക്കിയത് തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പി. വിരുദ്ധ ബാനറുകളും കരിങ്കൊടികളും ഉയർത്തിക്കൊണ്ടാണ് കർഷകർ നേതാക്കൾക്കെതിരെ പ്രതിഷേധിക്കുന്നത്. അംബാലയിലെ മാൽവ ഗ്രാമത്തിൽ കർഷകർ ബി.ജെ.പിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിലക്ക് പിന്നീട് സംസ്ഥാനത്താകമാനം വ്യാപിക്കുകയാണ്. സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയ വിഭാഗം പ്രവർത്തകരാണ് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇത് സംസ്ഥാനത്തെ 70% ജനങ്ങളെ പ്രതിനിധീകരിക്കുകയാണ്. മിനിമം താങ്ങുവില ഉറപ്പാക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നതുവരെ പ്രക്ഷോഭവും ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്കുള്ള വിലക്കും തുടരുമെന്ന് കർഷകർ പ്രതികരിച്ചു കഴിഞ്ഞു. അതേസമയം ബി.ജെ.പിയുമായുള്ള സഖ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടും ജെ.ജെ.പിക്കെതിരെ കർഷകർ വ്യാപകമായ പ്രതിഷേധം നടത്തുകയാണെന്നും മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. ഹരിയാനയ്ക്ക് പുറമെ പഞ്ചാബിലും ബി.ജെ.പി. വലിയ പ്രതിസന്ധിയിലാണ്. സ്വതന്ത്ര എം.പിമാർ നൽകിയിരിക്കുന്ന പിന്തുണ പിൻവലിക്കുന്നതും മുൻ എം.പിമാർ സഖ്യം വിടുന്നതുമടക്കം ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് വലിയ തിരിച്ചടിയാവുകയാണ് കാര്യങ്ങൾ. ഹരിയാനയിലേതിന് സമാനമായി കർഷക പ്രതിഷേധം പഞ്ചാബിലും വ്യാപിക്കുന്നു. ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് പഞ്ചാബിലെ ഗ്രാമങ്ങളും വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു. ഹസൻ സ്വരാജ് ഹാൻസും അതുപോലെ നവനീത് സിംഗ് ബിട്ടുവും കർഷക പ്രതിഷേധം കൊണ്ട് നട്ടം തിരിയുകയാണ്. പട്യാലയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ തടഞ്ഞതിന് പിന്നാലെയുണ്ടായ പോലീസ് ഏറ്റുമുട്ടലിൽ ഒരു കർഷകൻ മരണപ്പെട്ടതും ആ സംസ്ഥാനം വലിയ പ്രതിഷേധാഗ്നിയായി മാറുകയാണ്. ഏതായാലും നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന റാലി തന്നെ റദ്ദാക്കുന്നൊരവസ്ഥയിലേക്ക് ബി.ജെ.പി. ഈ രാജ്യത്തെത്തിയിട്ടുണ്ടെങ്കിൽ അവർ അവിടെ ഒരു സീറ്റും നേടാൻ പോകുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത്. ബി.ജെ.പിയെ തകർക്കാൻ കോൺഗ്രസിന് വോട്ട് നൽകണമെന്ന് കൂടി കർഷകർ പ്രഖ്യാപിച്ചതോടെ ഏതായാലും നടത്താൻ തീരുമാനിച്ച റാലി തന്നെ റദ്ദാക്കുന്നൊരവസ്ഥയിലേക്ക് ബി.ജെ.പി. എത്തിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് അവർ അവിടെ ഒരു സീറ്റും നേടാൻ പോകുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത്. ബി.ജെ.പിയെ തകർക്കാൻ കോൺഗ്രസിന് വോട്ട് നൽകണമെന്ന് കൂടി കർഷകർ പ്രഖ്യാപിച്ചതോടെ ഹരിയാനയുടെ നിലവിലെ ചിത്രം മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു.